ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അംഗൻവാടിയിലുള്ള ടീച്ചറും പിന്നെ കുട്ടികളും രക്ഷിതാക്കളും കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ ബസ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ബസ് ഇതവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിലെല്ലാവരും കയറിയിട്ട് നമ്മൾ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ചൊരു യാത്ര പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ എവിടേക്കുമല്ല, നമ്മളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ബസ്സിൽ കയറി എല്ലാവരും സെറ്റായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. കുട്ടികളൊക്കെ തുള്ളാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളിതാ അവിടെ ഇറങ്ങി ഞങ്ങൾ ചുറ്റുമൊന്നും ഇങ്ങനെ കാണുകയെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊന്ന് ഇത് കറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നടന്നു. ടീച്ചറാണ് കേട്ടോ ഈ ട്രിപ്പിനെ പറ്റി പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിച്ച് യാത്ര ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും സമ്മതം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം ഒരു ഈവനിങ്ങിന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ബസ്സിൽ പോകാം, നമുക്ക് അടിച്ച് പൊളിച്ച് പോകാം, ഡാൻസൊക്കെ ചെയ്തിട്ട് എന്നിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ടീച്ചർക്ക് യാത്ര, അതേപോലെ പാട്ട്, ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രൈസാണ് കേട്ടോ. അപ്പോൾ ടീച്ചറാണ് കേട്ടോ ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരെയും നിർബന്ധിച്ച് അപ്പോൾ പിന്നെ എല്ലാവരും അതിൽ ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് വന്നപ്പോൾ അടിച്ച് പൊളിച്ചിട്ടാണ് എത്തിയത്. ഇടക്ക് വെച്ച് ചെറുതായി ഒരു മഴ പെയ്തിട്ടോ. അത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തോലും ചെയ്തു. പിന്നെ ഞങ്ങൾ ഓരോ റൈഡിൽ ഇങ്ങനെ കയറാൻ തുടങ്ങി കേട്ടോ. കുട്ടികളുടെ കൂടെ വന്നതല്ലേ, നമുക്ക് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാണ്ട് ഞങ്ങളും ഓരോ റൈഡിലും കയറാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റായിട്ട് കയറുന്നത് ഈ റൈഡിലാണ് കേട്ടോ. ഇതൊരു ട്രെയിന് പോലെയാണ് കേട്ടോ, റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റും. പക്ഷേ ഇതിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇത് കറങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു ഭയം കേട്ടോ. എവിടെയൊക്കെ എത്തുമ്പോൾ ഒരു ഭയം. പറ
താത്ത വരുന്നു വരുന്നു അമ്മച്ചി വരുന്നു ഇങ്ങനെ വാങ്ങ ഇപ്പൊ നമുക്ക് അതാ മുറിച്ചതാ കണ്ടോ അവ പോയി ആദ്യമായിട്ടാണോ ഇത്രയും ഹൈറ്റിൽ ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പേടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ കേരള കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇതേപോലുള്ള റൈഡിലൊക്കെ കയറാൻ പേടി അതോടുകൂടി മാറി കേട്ടോ. ഈ ഊഞ്ഞാലിൽ കയറിയിട്ട് നിലവിളിക്കാത്തവരില്ല കേട്ടോ. അത്രയ്ക്ക് സ്പീഡായിരുന്നു, ഭയങ്കര ഒരു കാളലും. ഫോണിപ്പോ സ്വിച്ച് ഓഫ് ആവും. പിന്നെ അതാ അത് അപ്പോൾ രാത്രി ഒരു 8-8:30 ആയിട്ടോ. അപ്പോൾ പോയാലുള്ളൊരു 10 മണിയാകുമ്പോഴത്തേന് നമ്മളെ വീടെത്തുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി വെക്കുമ്പോൾ എല്ലാവർക്കും പാട്ടാണ് കേട്ടോ. അപ്പോൾ അടിപൊളി പാട്ടും ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചാട്ടോ പോരുന്നേ. അപ്പോൾ ഇത്രയും ഒരു ഹാപ്പി ആയിട്ടൊരു യാത്ര കേട്ടോ. അപ്പോൾ എൻജോയ് ചെയ്ത് പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ബസ്സിലുള്ള ഓരോ പേരും യാത്ര ചെയ്തത്. അടിപൊളി യാത്രയാണ് കേട്ടോ. മക്കൾക്കും തന്നെ അതേപോലെ അവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ബസ് നിറയെ ആൾക്കാരുമായിട്ട് അടിപൊളി ഒരു യാത്ര ചെയ്യുന്നത്. എന്തായാലും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയും എൻജോയ് ചെയ്തൊരു യാത്ര ഒരിക്കലും മറക്കൂല കേട്ടോ. അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗേൾസ് ഓൺലി ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ബോയ്സ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഡ്രൈവറും പിന്നെ ഒരാളും മാത്രമേ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിലും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.